റോഡ് പൊട്ടി. അധികമായിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോ ഡ്രൈവർക്ക് ചെറിയൊരു ഇത് തോന്നും കേട്ടോ. എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവര് കോൺസെൻട്രേഷൻ നിങ്ങൾ മാറിക്കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഒച്ചയാക്കേണ്ടി വരില്ല. അങ്ങനെ അധികം അങ്ങനെ ആരും ഒച്ചയാക്കല്ല. നമ്മള് കാഴ്ചകൾ കണ്ടുപോയാൽ മതി. അതിനിടയ്ക്ക് നമ്മൾ ശബ്ദങ്ങൾ ആരവങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതില്ല. ചെറിയൊരു പേടി തോന്നുന്നുണ്ടാവും ആൾക്കാർക്ക്, പക്ഷെ കുഴപ്പമില്ല. ഇതിലൊരു ഭാഗമാണ് ഇതിന്റെ. അവരുടെ നിങ്ങള് അല്ലേട്ടാ ഡ്രൈവറുടെ ശ്രദ്ധ മാറിപ്പോകാൻ പാടില്ല. നിങ്ങൾ ഒച്ചയാക്കിയിട്ട് ഓ ഇങ്ങ് സൈഡിലാണല്ലേ. സതീശ സീറ്റിൽ നിൽക്കുവല്ലേ ഇനി? ഒരു ഭക്തിമാനം വരുന്ന സമയത്ത് ഇതൊന്നും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ചെറിയൊരു ഇടയുള്ളത് കൊണ്ട് ഇതിലെല്ലാം നമ്മള് അപ്പുറത്ത് വേറെ മഴയുണ്ട്. ഇതാണ് ബിയാസ് നദി. കമ്പിയിൽ പിന്നെയും വെക്കുന്നുണ്ട് കേട്ടോ. വരാൻ ഇനി എടുത്തു നോക്കണേ. ഓരോടൊന്ന് നിർത്തിയിട്ട് സിഗരറ്റെല്ലാം വലിച്ചു പോടും വേണം. മന ഇങ്ങോട്ട് അധികം അടുപ്പിക്കില്ല എന്നാ ആ കനയെല്ലാം ഇപ്പറ
നമ്മൾ അതിനകത്തൊരു ടയർ നോക്കണേ ഒന്ന് കിഞ്ഞിട്ട് മനോജ ഇനി നിർത്തുമ്പോൾ ടയറിലൊന്നും ചെക്ക് ചെയ്തിട്ട് തോന്നിട്ടിങ്ങ് വരും കേട്ടാ. നിങ്ങള് അറിഞ്ഞിട്ടുണ്ടാവുമെന്നറിയില്ല, നമുക്ക് ഇന്നലെ മണാലിയിൽ ഒരു അപകടം ഉണ്ടായിരുന്നു രാത്രി. ഈ വണ്ടി നമ്മള് ഇന്നലെ മഞ്ഞുമല കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു വണ്ടി മുന്നോട്ടേക്കും പോകാൻ പറ്റുന്ന രീതിയിൽ മഞ്ഞിന്റെ കട്ടയില് സ്ലിപ്പായിട്ട് വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല. അയാൾ ഇറങ്ങി പുറത്തേക്ക് കൊണ്ട് വണ്ടി നേരെ താഴത്തേക്ക് പോകണം. മഞ്ഞിലേക്കല്ല, കൊട്ടിലേക്ക് വണ്ടി ഇന്നലെ രാത്രിയായിരുന്നു അത്. ഇന്നലെ ന്യൂസിലേക്ക് ഉണ്ടായിരുന്നു അത്. അല്ല അയാള് സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്ന വണ്ടി നേരെ കൊക്കയിലേക്ക് പോയി ഒന്നും പറ്റാത്തതുകൊണ്ട് അയാള് വണ്ടിയിൽ ഇറങ്ങി. അല്ല അത് മണാലി, ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മഞ്ഞില് താരിങ്ങനെ സ്ലിപ്പാക്കി ഉണ്ടാക്കും. അയാൾ പ്രകൃതിയിൽ മൂത്രമൊഴിക്കുന്ന ആളാണ്. ആകാശത്ത് കൂടി പോകാനാ അവളെ ഭാഷകളോട് പറഞ്ഞത് മനസ്സിൽ കിട്ടട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് നോക്കി സംസാരിക്കില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം 470 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ ബിയാസ് എന്ന് പറയുന്നത്. സത്ലജ് എന്ന് പറഞ്ഞ നദിയുടെ പോഷക നദിയാണ് ഈ നമ്മുടെ ബിയാസ് നദി. റത്തൻല എന്നാണ് ഇതിന്റെ സോഴ്സ് വരുന്നത്. റത്തൻല എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. നമ്മളെ മണാലിയും കഴിഞ്ഞ് അവിടെ നിന്നൊരു 61 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റത്തൻല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും. അവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് വരുന്നത്. എങ്ങനെ അവിടുന്ന് അപ്പൊ അവിടുന്ന് റത്തൻലന്ന് മണാലി, കുളു, അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സർ, ഇത്രത്തോളം ഭാഗങ്ങളാണ് ഈ ഒരു നദി കവർ ചെയ്യുന്നത്. 470 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട് ഈ ഒരു നദി. കഴിഞ്ഞിട്ട് സംസാരിച്ചു പുഴയുടെ ഭാഗം കഴിഞ്ഞോട്ടെ.
ഞാൻ ഇപ്പോൾ യൂട്യൂബിലും കാണല്ലേ ഇത് സത്യത്തിൽ ഞാൻ എങ്ങനെയാ പോകുന്നത് അമ്മേ. പക്ഷെ നമ്മളനുഭവമായിട്ട് അല്ലേ ഇത് എടുത്ത് ഓരോ സ്ഥിരം യാത്ര അല്ലേ, ഏത് സമയം റിസ്ക് അല്ലല്ലോ ഒരു പോകുന്നത് അല്ലേ. ഒന്ന് കണ്ണൊക്കെ ചിന്തിയപ്പോട്ടെ സമ്മതിക്കണം. ഒരു രണ്ടാളുണ്ടാ ഞാൻ പക്ഷെ ഡ്രൈവ് ചെയ്യില്ല. ഓൻ ചെറിയ മോനാ, ഓൻ ഡ്രൈവിംഗ് ചെയ്യുന്നു. ഇയാൾ തന്നെ ഡ്രൈവ് ചെയ്യൂ.